അശ്വതി വിശ്വനാഥൻ പറഞ്ഞൊരു ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന്. അശ്വതി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മൊത്തത്തിലൊരു ദിനാന്തരീക്ഷ അവസ്ഥ ഇന്ന്? സേതു, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പതിപോലെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ അന്തരീക്ഷം, കാലാവസ്ഥ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ട സമയമാണല്ലേ. പതിവ് പോലെ നമ്മൾ മാപ്പ് പരിശോധിക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും മഴയില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പ്രത്യേക അലർട്ടോ കാര്യങ്ങളൊന്നും നിലവിലില്ലെങ്കിൽ ഒരു ഇടത്തരം അല്ലെങ്കിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വസിക്കാനുള്ളൊരു വകയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടിയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മഴയ്ക്കുള്ള പ്രത്യേക അലർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. പക്ഷെ അതേസമയം താപനില ഉയരുന്ന ഒരു സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് താപനില ഉയരാനുള്ള സാധ്യത എന്നാണ് ഇനി പരിശോധിക്കുന്നത്. കോട്ടയം, കൊച്ചി, കണ്ണൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില ഉയരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിൽ 35 ഡിഗ്രി സെൽഷ്യസും കൊച്ചിയിൽ 34 ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ ജില്ലയിൽ 33 ഡിഗ്രി സെൽഷ്യസും താപനില ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? ചൂട് ഭയങ്കരമാണ്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ കയ്യിൽ കരുതുക. അപ്പോൾ എല്ലാ പ്രേക്ഷകരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. തിരികെ സേതുവിലേക്ക്.